നമ്മളെ സംബന്ധിച്ച് ഈ വില്ലേജ് ഓഫീസിന് സ്ഥിതി അറിയാലോ, ഈ തൊട്ടടുത്തുള്ള പാർട്ടി ഓഫീസ്, ആ പാർട്ടി ഓഫീസിന് ജനൽ തുറന്നിട്ടാ ഈ വില്ലേജ് ഓഫീസ് കാണാം. ആ കണ്ണ് തുറന്ന് കാണണ്ടേ? കണ്ണില്ലാത്തവരെ കണ്ണടച്ച് വികസനമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ണ് തുറന്ന് കാണണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വില്ലേജ് ഓഫീസായി മാറാവുന്ന പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ്. ഇത് റോഡിനോട് ചേർന്നാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെ അസൗകര്യങ്ങൾ കൊണ്ട് നാട്ടുകാരും ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെ നജീബ് കാന്തപുരം MLA ഈ കാര്യം അറിയിച്ചു. അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,30,00,000 രൂപ അനുവദിക്കുകയും പിന്നീട് പല കാരണങ്ങളാൽ ആദ്യം നിശ്ചയിച്ച സ്ഥലത്ത് നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ ഏറ്റവും മനോഹരമായ ഡിസൈനാണ്. അത് പുറമേ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, മന്ത്രി തന്നെ പറഞ്ഞു ഇത് ഒരു മാതൃകാ വില്ലേജ് ഓഫീസാണ്, ഇതിന്റെ ഡിസൈൻ ഏറ്റവും മനോഹരമാണ്, സംസ്ഥാന തലത്തിൽ ഇത് ചെയ്യേണ്ട, മറ്റുള്ളവർക്ക് കൂടി കാണിച്ച് കൊടുക്കേണ്ട തരത്തിലുള്ള ഡിസൈനാണെന്ന് പറഞ്ഞു. നമ്മോടൊപ്പം കോൺഗ്രസിന്റെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദനുണ്ട്. അപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്ന തരത്തിലുള്ള അപവാദങ്ങളും കാര്യങ്ങളും ഒരു വശത്ത് നടക്കുന്നു. അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാവായ നജീബ് കാന്തപുരം MLA UDFന്റെ MLA ആണ്. അദ്ദേഹത്തിന്റെ ഈ നാടിന്റെ ഒരു സ്വപ്ന പദ്ധതിക്കാണ് അദ്ദേഹം 1,30,00,000 രൂപ അനുവദിച്ചിട്ടുള്ളത്. ആനന്ദൻ, എന്താണ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ വികസന കാര്യങ്ങളിൽ MLA ഒന്നും നടത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ എന്താ ഉള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം 30 വർഷമായി പെരിന്തൽമണ്ണ നഗരസഭയിൽ ഭരിച്ചിരുന്നത് CPM എന്ന പ്രസ്ഥാനമാണ്. LDF പോലും CPM ഒറ്റക്കാണ് ഭരിച്ചത്. ഈ 30 വർഷം കൊണ്ട് പെരിന്തൽമണ്ണയിൽ ഒന്നും എടുത്തു കാണിക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയാതെ 30 വർഷത്തിന് ശേഷം UDFന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ UDFന്റെ നേതൃത്വത്തിലുള്ള കൗൺസിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന് നേതൃത്വം കൊടുത്തത് MLA ആണ്. ആ MLAയെ അധിക്ഷേപിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് CPM ഞാൻ കഴിഞ്ഞ ഒരു ചാനൽ ചർച്ച, നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ തന്നെ ഞങ്ങളുടെ മുൻ ചെയർമാനും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പെരിന്തൽമണ്ണ നഗരസഭയിൽ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് എന്ത് പദ്ധതിയാണ്, ഒരു റോഡ് പോലും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു മോശമായ ആരോപണം ഉന്നയിക്കണ്ടായി. എന്നാൽ ഞങ്ങൾ പറയട്ടെ, ഈ വില്ലേജ് ഓഫീസ് നിങ്ങൾ സൂചിപ്പിച്ചത്, ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് 1,30,00,000 രൂപയാണ് ഈ വില്ലേജ് ഓഫീസിന് വേണ്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചിട്ടുള്ളത്. ഇത് പണിയുന്നതിന് മുന്നേ ഒരുപാട് വിവാദങ്ങൾ ഈ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാം, പെരിന്തൽമണ്ണയിലെ ഏറ്റവും കൺജസ്റ്റഡ് ആയ സ്ഥലത്താണ് ഇപ്പം നിലവിലുള്ള വില്ലേജ് ഓഫീസ്. വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ആ വില്ലേജ് ഓഫീസ് നിൽക്കുന്നത്. നിരന്തരമായി സാധാരണക്കാരായ ആളുകൾ ഇടപെടുന്ന ഒരു ഓഫീസാണ് ആ വില്ലേജ് ഓഫീസ്. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും എവിടേക്കെങ്കിലും ഒന്ന് മാറ്റി നല്ല വിപുലമായ രീതിയിലുള്ള ഓഫീസ് ആക്കണം എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ ഞങ്ങളൊക്കെ ആളുകളൊക്കെ തന്നെ MLAയെ സമീപിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ 1,30,00,000 രൂപ അനുവദിച്ച് നമ്മുടെ രജിസ്റ്റർ ഓഫീസിന് തൊട്ട് ചാരി PWയുടെ സ്ഥലത്ത് തന്നെ, അവിടെയാണ് നമ്മൾ ആദ്യം സർവേ നടത്തി, അവിടെ PW സ്ഥലം അനുവദിച്ചു. അവിടെ CPMന്റെ പാർട്ടി ഓഫീസിന് മുന്നിലാണ് ഈ വില്ലേജ് ഓഫീസ്. MLAയുടെ പേര് വരും എന്നതിന്റെ പേരിൽ മാത്രം അതിന് തടസ്സം നിൽക്കുകയും ഈ കഴിഞ്ഞ കൗൺസിൽ അതിന് അനുമതി നൽകാതെ സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി അതിന് അനുമതി നൽകാതെ ഒരുപാട് കാലങ്ങളോളം അതിന് വർക്ക് നടത്താൻ കഴിയാതെ മുന്നോട്ട് പോയി. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങോട്ട് ഇത് മാറ്റിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ കൗൺസിലിലെ ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ ലീഗും കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ്, കോൺഗ്രസിനെ ഇല്ലാതെയൊക്കെയാണ് ലീഗ് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ MLAയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി ടീം UDF ആയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ UDF പിടിച്ചെടുത്തുകൊണ്ട് ഒരു വലിയ മുന്നേറ്റമാണ് ഞങ്ങൾക്ക് MLAയുടെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ തോൽവി അംഗീകരിക്കാതെ അതിൽ വിറളി കൊണ്ടിട്ടാണ് CPMന്റെ നേതാക്കന്മാർ ഇത്ര ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, 5 വർഷം കൊണ്ട് 9,25,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ മാത്രം അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ട് വെച്ച് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊക്കെ രേഖകളാണ്. ഇത് ആരോപണം ഉന്നയിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വിവരാവകാശം കൊടുത്താൽ കിട്ടാവുന്ന സാധനമാണ് ഇതൊക്കെ. അപ്പൊ അതിന് പകരം അതൊന്നും ചെയ്യാണ്ട് മുനിസിപ്പാലിറ്റി നമ്മുടെ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ചിലപ്പോൾ 9 കോടി രൂപയുടെ വികസന പ്രവർത്തനം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി നടത്താൻ അവർ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത്ര മോശമായ രീതിയിലാണ് പെരിന്തൽമണ്ണ ഭരണം മുന്നോട്ട് പോയിരുന്നത്.
എന്നാൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ മാത്രം 9 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി, നിയോജകമണ്ഡലത്തിൽ ഉടനീളം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്തി ഒരു ജനകീയനായ MLA താറടിച്ച് കാണിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് CPM നേതാക്കന്മാർ ഇത്ര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വില്ലേജ് ഓഫീസിന്റെ കാര്യത്തിൽ തന്നെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായ വില്ലേജ് ഓഫീസാണ് നിർമ്മാണം നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ പൊതുപ്രവർത്തകരായ പല ആളുകളും ഇങ്ങനെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ വാർത്ത ഇങ്ങനെ CPM നേതാക്കളൊക്കെ ഇങ്ങനെ ഉന്നയിച്ചപ്പോൾ, MLA ഏതെങ്കിലും വികസനം ചൂണ്ടിക്കാണിക്കാനുണ്ടെന്ന് ഉന്നയിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു റോഡിന്റെ കാര്യം വാർത്ത ചെയ്തായിരുന്നു. അത് ആ നാട്ടുകാർ തന്നെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിളിച്ചു, ഇങ്ങനെ ഞാൻ ഒരു വില്ലേജ് ഓഫീസ് പണിയണം കാണിച്ചു തരാമെന്ന് ആനന്ദൻ ചേട്ടൻ ഞങ്ങളെ വിളിച്ചു. ഒന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ തർക്കമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്കതൊന്ന് വിശദീകരിക്കാനുണ്ടെന്ന് ആനന്ദൻ ചേട്ടൻ തന്നെ പറഞ്ഞു. ഞങ്ങൾ വന്നു. അപ്പൊ ഈ വില്ലേജ് ഓഫീസ് വരുന്നത് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നാടിന് ആവശ്യമാണ്. അതിനെ തടയിടാനുള്ള ശ്രമങ്ങൾ വല്ലതും നടക്കുന്നുണ്ട്? തീർച്ചയായും. നമുക്കറിയാം, പെരിന്തൽമണ്ണ നഗരസഭ കഴിഞ്ഞ 30 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല CPM ഭരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന മാറി വന്ന MLA-മാരുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കാണുന്നത്, ഈ മിനി സിവിൽ സ്റ്റേഷൻ, പിന്നെ രജിസ്റ്റർ ഓഫീസ്, അതുപോലെ ഇവിടെ കാണുന്ന എല്ലാ ബിൽഡിങ്ങുകളും MLA-യുടെ ആസ്തി വികസന ഫണ്ടുകളിൽ നിന്നും MLA-മാരുടെ ആസ്തി വികസന ഫണ്ടുകളിൽ നിന്ന് ഒരു 5 വർഷം മാത്രമാണ് LDF-ന്റെ ഒരു MLA ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അന്ന് കുറച്ച് വികസനങ്ങൾ നടത്തി എന്നുള്ളത് പറയുന്നു. ഞങ്ങളതിൽ പിന്നെ പരാതി പറയാനെതിരെ പരത്തുന്നു ഞങ്ങൾ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 30 വർഷമായി MLA-യുടെയോ MP-യുടെയോ ഒരു ഫണ്ട് ഈ നഗരസഭയിൽ ഉപയോഗിക്കാൻ അനുവദിക്കാതെ ഈ നഗരസഭാ ഭരണം മുന്നോട്ട് പോയിരിക്കാൻ അനുവദിക്കില്ല. ഒരു ഫണ്ട് വെക്കാൻ ശ്രമിച്ചാൽ പോലും അതിനെ തടയിടുന്ന രീതിയിലാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടുത്തെ പിന്നെ ഭരണസമിതി മുന്നോട്ട് പോയിട്ട്. നമ്മളെ സംബന്ധിച്ച് ഈ വില്ലേജ് ഓഫീസിന് സ്ഥിതി അറിയാലോ, ഈ തൊട്ടടുത്തുള്ള പാർട്ടി ഓഫീസ്, ആ പാർട്ടി ഓഫീസിന് ജനൽ തുറന്നിട്ടാ ഈ വില്ലേജ് ഓഫീസ് കാണാം. ആ കണ്ണ് തുറന്ന് കാണണ്ടേ? കണ്ണില്ലാത്തവരെ കണ്ണടച്ച് വികസനമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ണ് തുറന്ന് കാണണം. ഇവിടെ MLA നടത്തിയ വികസനങ്ങൾ കണ്ണ് തുറന്നാൽ ആളുകൾ കാണാൻ പറ്റുന്ന സാധനം. കണ്ണടച്ചിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് എന്താ പറയാ, അതെ, മൂഢന്മാരുടെ അന്ധന്മാരുടെ ലോകത്താണ് ഇവർ ജീവിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇനി ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നേരിട്ടത് ടീം UDF ആണ്. അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ ടീം UDF ആയിട്ട് തന്നെ നേരിടും. ഞങ്ങൾ ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഏതായാലും മനോഹരമായ ഒരു വില്ലേജ് ഓഫീസ് പെരിന്തൽമണ്ണക്കാർക്ക് അഭിമാനിക്കാം. 1,30,00,000 രൂപയ്ക്ക് കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഡിസൈനാണിത്. മറ്റുള്ള സർക്കാർ ഓഫീസുകൾ പോലെയല്ല, പ്രത്യേകം പുറത്തു നിന്ന് ഡിസൈൻ ചെയ്യിച്ചതാണെന്ന് കഴിഞ്ഞ ദിവസം MLA തന്നെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ആരോപണങ്ങൾക്ക്, CPM നേതാക്കളുടെ ആരോപണങ്ങൾക്കൊക്കെ വ്യക്തമായ ഒരു മറുപടി അറഞ്ഞിക്കൽ ആനന്ദൻ നൽകിയിട്ടുണ്ട്. ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടാണ്, ടീം UDF ആണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്, ചാനൽ, പെരിന്തൽമണ്ണ. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.